ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളൊരു ക്വിക്ക് മൂന്നാർ ട്രിപ്പ് പോവുകയാണ്. അജുക്കാടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ 3 ഫാമിലീസ് ഉണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ റിസോർട്ടൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം സീസൺ ടൈം ആയതുകൊണ്ട് എല്ലാ റിസോർട്ടും അത്യാവശ്യം നല്ല ഫീൽഡായിരുന്നു. നേരത്തെ നമ്മൾ പോയപ്പം മുനിയാണ്ടി അണ്ണൻ എന്ന് പറഞ്ഞൊരു ജീപ്പ് സഫാരി അങ്ങനെ പോയപ്പം പരിചയപ്പെട്ട ആ പുള്ളിനെ നമ്മൾ വിളിച്ച് ചോദിച്ചായിരുന്നു റിസോർട്ടിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ പുള്ളി ഒരു റിസോർട്ട് പറഞ്ഞു തന്നായിരുന്നു. നമ്മളവരെ കോൺടാക്റ്റ് ചെയ്ത് നമ്മളൊരു 5:15 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിപ്പോൾ ഇടുക്കി എത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. ഒരു കട്ടനൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ മൂന്നാർക്ക് വിട്ട്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പോണ വഴിക്ക് നല്ല സീനറി ഉണ്ടായിരുന്നു. അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു. അപ്പോൾ നമ്മുടെ റിസോർട്ട് വരുന്നത് സൂര്യനെല്ലിയിലാണ്. അപ്പോൾ പോണ വഴിക്ക് ഫുൾ നാരോ റോഡ്സ് ആയിരുന്നു. അവിടെ എല്ലാ മുക്കിലും മൂലയിലും എലിഫൻറ്റ് ക്രോസിങ് ഏരിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലെത്തി. അരിക്കൊമ്പൻ റിസോർട്ട് എന്നാണ് പേര്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നേരെ മെയിൻ എൻട്രൻസ് വഴി കയറിയപ്പോൾ അവിടെ ഫുൾ ഫിൽഡ് ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അപ്പുറത്തെ ഗേറ്റിൽ നിന്നിട്ട് അവിടെ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അവിടെയാണ് നമ്മുടെ വുഡൻ കോട്ടേജ് വരുന്നത്, എ ഫ്രെയിം വുഡൻ കോട്ടേജ് വരുന്നത്. നമ്മൾ ആ കോട്ടേജും വേറൊരു ഡിലക്സ് റൂമും കൂടെയാണ് എടുത്തേക്കുന്നത്. 2 റൂമേ അവിടെ ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം ഫിൽഡായിരുന്നു. നമ്മളിന്ന് ബുക്ക് ചെയ്തേക്കുന്ന എ ഫ്രെയിം വുഡൻ ക്യാബിനും പിന്നെ ഒരു ഡിലക്സ് റൂമുമാണ് ബുക്ക് ചെയ്തേക്കുന്നത്. എ ഫ്രെയിം ക്യാബിൻ്റെ അകത്ത് തന്നെ 2 തട്ടായിട്ടുണ്ട്. മേളിലും സ്റ്റേ ചെയ്യാം, താഴെയും. അതുപോലെ ഡബിൾ ഡെക്കർ അതുപോലെയാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഒരു ചേട്ടൻ ബാർബിക്യൂ ഗ്രില്ലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വിളിച്ച് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ വിശന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഫുഡൊന്നും റെഡിയാക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. മേളിലേക്ക് നമുക്ക് സ്റ്റെയർ കേസ് ഉണ്ട്. എന്നിട്ട് മേളിൽ പോയി അവിടെയും ബെഡ് ഉണ്ട്. അവിടെ നല്ല വൈബാണ്. പിന്നെ ഇതാണ് നമ്മുടെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. നല്ല വ്യൂ ഉണ്ടായിരുന്നു പുറത്തേക്ക്. നമ്മൾ രാത്രി ഇറങ്ങിയില്ല, നല്ല തണുപ്പായിരുന്നു, ഫ്രീസ് ആയി പോയായിരുന്നു. പക്ഷേ രാവിലെ ഇറങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ നല്ല വൈബിലായിരുന്നു. അവർക്ക് നല്ല ക്ലൈമറ്റൊക്കെ നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവർക്കൊരു സീനും ഇല്ലാതെ ഇരിപ്പുണ്ടായിരുന്നു കളിച്ചുകൊണ്ടൊക്കെ. ഇതാണ് അവിടുത്തെ മോർണിംഗ് വ്യൂ വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല മരങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ പിള്ളേർ നല്ല എക്സൈറ്റഡ് ആയിരുന്നു സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട്. തണുപ്പാണല്ലോ, അവർക്കൊരു വിഷയമില്ലായിരുന്നു. നമുക്ക് ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് അവിടുത്തെ റിസോർട്ടിൽ പുള്ളി പറഞ്ഞു ഇവിടെ അടുത്തൊരു സൈറ്റ് സീയിങ് സ്ഥലമുണ്ട്. ആനയിറങ്ങൽ ഡാമിൻ്റെ വ്യൂ നമുക്ക് മേളിൽ നിന്ന് കാണാവുന്ന രീതിയിലുള്ളത് ഒരു സൈറ്റ് സീയിങ് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് അത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര വൈബായിരുന്നു കാണാൻ. ഫുള്ള് മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ 3 ഫാമിലി അല്ലാതെ വേറൊരു കോഴിക്കോട് നിന്ന് വന്നൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് നടന്നു.
പിന്നെ ഇതൊരു പള്ളി പോലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറയുന്നത് ഇത് പാറ വെച്ച് തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണെന്ന്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നേരെ വിശപ്പിൻ്റെ വിളി വന്നു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പവും മുട്ടക്കറിയും ഉഴുന്നുവടയും ഇഡലിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മുടെ മൂന്നാർ പോകുന്ന വഴി മൊത്തം ഫുഡ് പോയി കിടക്കുക. ആ റിസോർട്ടിൽ പുള്ളിക്കാരൻ മൊത്തം പോയി കിടക്കുക. അങ്ങനെ കുറേ ഡിസ്കഷൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി മൂന്നാർ പോകാൻ തീരുമാനിച്ചു. മൂന്നാർ ടൗൺ പോകാൻ തീരുമാനിച്ചു. റോഡ് ഇച്ചിരി മോശമാണെന്നാണ് കേട്ടെ, പക്ഷേ ഇപ്പോൾ കുറേ നാളായി ടൗൺ പോയിട്ട്. സോ ഗിവ് എ ട്രൈ. നമ്മൾ കുറേ നാളായി മാട്ടുപ്പെട്ടി ഡാം, മൂന്നാർ, അങ്ങനെ കുറേ സ്ഥലം കണ്ടു. അപ്പോൾ നമ്മുടെ പ്ലാൻ അതിഗംഭീരമായി 3G ആയി. നമ്മൾ ആനയിറങ്ങൽ ഡാമിൻ്റെ വ്യൂ കണ്ടപ്പോൾ തന്നെ നമ്മളവിടെ ഫ്ലാറ്റായി. നമ്മളവിടെ കുറേ നേരം നിന്നു, താഴേക്കൊക്കെ പോയി. പിന്നെ അവിടുത്തെ മേളിലൊരു തട്ടുകടയുണ്ട്, നല്ല വ്യൂ. അവിടെ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല മാഗി ഉണ്ടായിരുന്നു, നല്ല ചോളം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ അത്യാവശ്യം എല്ലാം ടേസ്റ്റ് ചെയ്തു. നമ്മൾ ആനയിറങ്ങൽ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയപ്പം നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഞാനും അജുക്കായി മാത്രമേ ഇങ്ങോട്ടേക്ക് വന്നുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു മഴയത്ത് നിൽക്കാൻ വേണ്ടി. പിന്നെ മഴ കൂടിയപ്പോൾ നമ്മൾ നേരെ എസ്കേപ്പായി. അപ്പോൾ നമ്മുടെ മൂന്നാർ ടൗൺ പ്ലാൻ 3G ആയി. നമ്മൾ നേരെ കമ്പം വഴി, കമ്പം കുട്ടിക്കാനം അങ്ങനെ വഴി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയപ്പം കുറേ മങ്കീസ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മങ്കി ഫോബിയ ഉണ്ട്. അതുകൊണ്ട് എനിക്കിനി കാണുമ്പോഴേ പേടി, എനിക്കിനി ഇഷ്ടമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി കയറി കുറേ നേരം ഇതെന്തോക്കെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫൈനലി കമ്പത്തെത്തി. അവിടുത്തെ ഫേമസ് ആണ് ഈ അനീഫ ബിരിയാണി എന്ന് പറഞ്ഞാൽ. നമ്മളവിടെ ജസ്റ്റ് നമ്മൾ കുറേ നേരം തപ്പി നടന്നു. എന്നിട്ട് നമ്മൾ ഫൈനലി അനീഫ ബിരിയാണിയിലെത്തി. കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാ ഐറ്റമിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശന്നോണ്ടാണോ എന്ന് അറിയത്തില്ല, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ 65 ബിരിയാണിയും പിന്നെ ബാർബിക്യൂവും ഗാർലിക് നാനും ആയിരുന്നു ഓർഡർ ചെയ്തത്. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം നല്ല യമ്മി ആയിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ ഒരു വൈബുണ്ടല്ലോ, ആ വൈബിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഒരു കടയിൽ പോയി. പക്ഷേ തമിഴ്നാട്ടിലെ ചായയും നമ്മുടെ ചായയും നല്ല ഡിഫറൻസ് ഉണ്ട്, നല്ല കടുപ്പുണ്ട്, നല്ല കയ്പ്പ് പോലെ തോന്നിയത്. അപ്പോൾ നമ്മളവിടെ കുറേ നേരം അവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം അവിടെ ഓർഡർ ചെയ്തത് ചായ ഞാൻ കുടിച്ചില്ല, നല്ല കയ്പ്പായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഓക്കെ, ബൈ.